Hello dear students, we'll continue with the chemical properties of fats and oils. One important chemical property exhibited by fats and oils is rancidity. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എണ്ണ കനയ്ക്കുക എന്ന് പറയില്ലേ, അതാണ് ഈ rancidity or rancidification. Fats and oils, when exposed to moist air, develop foul smell and become unpalatable. This is called rancidification. ഇപ്പം എണ്ണ കുറച്ച് നാൾ തുറന്ന് വെച്ചിരുന്നാൽ, എണ്ണ, ബട്ടർ, അതേപോലെ തന്നെയാണ് വെണ്ണ, ഘീ, ഇതെല്ലാം തന്നെ തുറന്ന് വെച്ചിരുന്നാൽ അത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുകയും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഒരു ഫൗൾ സ്മെല്ല് ഡെവലപ്പ് ചെയ്യും. അത് പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് തോന്നുകയും ചെയ്യും. അതിനെയാണ് അൺപലറ്റബിൾ എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് റാൻസിഡിഫിക്കേഷൻ. ഈ റാൻസിഡിഫിക്കേഷൻ രണ്ട് തരമുണ്ട്: ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി ആൻഡ് ഹൈഡ്രോലിറ്റിക് റാൻസിഡിറ്റി. Oxidative rancidity is the rancidity arising due to the oxidation of the unsaturated fatty acid chains of lipids by atmospheric oxygen. അപ്പോൾ ഈ ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി ഉണ്ടാവുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ എമൗണ്ട് കൂടുതലായിട്ടുള്ള മോളിക്യൂൾസിലാണ്. കൂടുതലായിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതൽ ആയിട്ടുള്ളത് ഓയിൽസിലാണ്. അപ്പോൾ ഓയിൽസിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ ഓയിലിലുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിനെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി ഉണ്ടാകുന്നത്. അങ്ങനെ ഓക്സിഡൈസ് ചെയ്ത് കഴിയുമ്പോൾ ഈ അൺസാച്ചുറേറ്റഡ് ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ആ ഡബിൾ ബോണ്ടിലോട്ട് ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് അറിയാമോ? ഇവിടെ ഓക്സിജൻ ആഡ് ചെയ്യും. ഓക്സിജൻ ആഡ് ചെയ്യും. അപ്പോൾ ഈ ഓക്സിജൻ ആഡ് ചെയ്യുമ്പോഴത്തേനും ഈ ഫാറ്റി ആസിഡുകൾ ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ് ആയിട്ട് മാറും. ഈ ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനുമാണ് ഈ വല്ലാത്ത സ്മെല്ലുള്ളത്. അപ്പോൾ ഈ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഇറ്റ് റിലീസസ് മാൽ ഓഡറസ് ആൻഡ് വോളറ്റൈൽ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ യൂസ് ചെയ്യുക എന്നൊരു മാർഗ്ഗമാണ് ഉള്ളത്. വെജിറ്റബിൾ ഓയിലാണെങ്കിൽ ദി കണ്ടെയ്ൻ നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻസ് ലൈക്ക് ടോക്കോഫിറോൾ, വൈറ്റമിൻ ഇ പോലെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ വെജിറ്റബിൾ ഓയിലിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, അങ്ങനത്തെ ഓയിൽസിലെല്ലാം തന്നെ ടോക്കോഫിറോൾ എന്ന് പറയുന്ന അതിന് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ പ്രസൻ്റ് ആണ്. ഇനി ഉപയോഗിക്കാൻ പറ്റുന്ന സിന്തറ്റിക് ആൻറ്റി ഓക്സിഡൻസ് ആണ് പ്രൊപ്പൈൽ ഗാലേറ്റ്, BHA. BHA ഈസ് ബ്യൂട്ടൈലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ. അതേപോലെ തന്നെ വേറൊരു സാധനമുണ്ട്, ബ്യൂട്ടൈലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവീൻ, BHT. അപ്പോൾ ഇതെല്ലാം തന്നെ സിന്തറ്റിക് ആൻറ്റി ഓക്സിഡൻസ് ആണ്. പ്രൊപ്പൈൽ ഗാലേറ്റ്, BHA, BHT. പിന്നെ ക്വിനോൺസും ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഹൈഡ്രോലിറ്റിക് റാൻസിഡിറ്റി എന്ന് പറഞ്ഞാൽ റാൻസിഡിറ്റി അറൈസിങ് ഡ്യൂ ടു ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ് വിച്ച് സെക്രീറ്റ് ലിപ്പേസസ് വിച്ച് ഹൈഡ്രോലൈസസ് ട്രൈഗ്ലിസറൈഡ്സ് ഇൻറ്റു ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്സ് വിച്ച് ആർ മാൽ ഓഡറസ്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ കൂടുതലുള്ള മോളിക്യൂൾസ് ആണ് ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി കാണിക്കുന്നത്. ഇനി ഹൈഡ്രോലിറ്റിക് റാൻസിഡിറ്റി കാണിക്കാൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ ഉണ്ടാവണമെന്നില്ല. ഇത് മൈക്രോ ഓർഗാനിസംസ് ഈ എണ്ണയിൽ അല്ലെങ്കിൽ ഫാറ്റിൽ വളരുന്ന സമയത്ത് അവർ റിലീസ് ചെയ്യുന്ന ലിപ്പേസ് കൊണ്ട് ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലിസറോളും ഫാറ്റി ആസിഡും ആയിട്ട് മാറുന്നത് കൊണ്ടാണ് ഹൈഡ്രോലിറ്റിക് റാൻസിഡിറ്റി. ഹൈഡ്രോളിസിസ്, ഫാറ്റ്സ് ആൻഡ് ഓയിൽസിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഹൈഡ്രോലിറ്റിക് റാൻസിഡിറ്റി വരുന്നത്. അപ്പോൾ ഈ ഗ്ലിസറോളും ഫാറ്റി ആസിഡുകളും ഉണ്ടാവുന്നതിനോടൊപ്പം ചെറിയ ബാഡ് സ്മെല്ലും വരുന്നു. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ: മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ചെയ്യാതെ നോക്കണം. മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ചെയ്യരുതെങ്കിൽ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നൊരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ രണ്ട് തരം റാൻസിഡിറ്റി ഉണ്ട്: ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി. ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കണ്ടന്റ് കൂടുതലുള്ള ഫാറ്റ്സിലും ഓയിൽസിലുമാണ് കാണുന്നത്. ഹൈഡ്രോലിറ്റിക് റാൻസിഡിറ്റിക്ക് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. അത് ഫാറ്റിലും വരാം, ഓയിലിലും വരാം. അത് പ്രിവെൻറ്റ് ചെയ്യാൻ റെഫ്രിജറേഷൻ മാത്രമേ മാർഗം ആയിട്ട് ഉള്ളൂ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇവിടെ
തീരെയാണ്. നമുക്ക് നമ്മുടെ സിലബസിൽ ഇനി എന്തൊക്കെയാണുള്ളതെന്ന് ചെക്ക് ചെയ്യാം. ലിപ്പിഡ്സ്, ബയോളജിക്കൽ ഫങ്ഷൻസ്, ഓയിൽസ് ആൻഡ് ഫാറ്റ്സ്, കോമൺ ഫാറ്റി ആസിഡ്സ്, ഹൈഡ്രോജനേഷൻ, റാൻസിഡിറ്റി, അപ്പോൾ സാപ്പോണിഫിക്കേഷൻ വാല്യൂ, അയഡിൻ വാല്യൂ, ആസിഡ് വാല്യൂ. അപ്പോൾ നമ്മൾ ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു. ഫാറ്റി ആസിഡ്സ്, ഹൈഡ്രോജനേഷൻ, റാൻസിഡിറ്റി, ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് സാപ്പോണിഫിക്കേഷൻ വാല്യൂ. ഈ സാപ്പോണിഫിക്കേഷൻ വാല്യൂ എല്ലാം കംസ് അണ്ടർ അനാലിസിസ് ഓഫ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. ഫാറ്റിൻ്റെയും ഓയിലിൻ്റെയും അനാലിസിസിൻ്റെ ഭാഗമാണത്. ഓക്കെ, അപ്പോൾ 2 തരം മെത്തേഡ്സ് ഉണ്ട്, ഫിസിക്കൽ മെത്തേഡ്സും കെമിക്കൽ മെത്തേഡ്സും. അപ്പോൾ ഫിസിക്കൽ മെത്തേഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കളർ, ട്രാൻസ്പെറൻസി, സ്പെസിഫിക് ഗ്രാവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്മോക്ക് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഓരോ ഫാറ്റിനും ഓയിലിനും ക്യാരക്ടറിസ്റ്റിക് കളർ, ട്രാൻസ്പെറൻസി, ലൈറ്റ് കടത്തിവിടുന്ന ആ പ്രോപ്പർട്ടിയാണ് ട്രാൻസ്പെറൻസി, സ്പെസിഫിക് ഗ്രാവിറ്റി, ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്മോക്ക് പോയിന്റ്. ഇതെല്ലാം ഓരോ ഫാറ്റിൻ്റെയും ഓയിലിൻ്റെയും ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണ്. അപ്പം നമ്മളിത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ കളർ നമുക്ക് നോക്കാം, ട്രാൻസ്പെറൻസി മെഷർ ചെയ്യാം, ഡെൻസിറ്റി മെഷർ ചെയ്യാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യാം, സ്മോക്ക് പോയിന്റ് മെഷർ ചെയ്യാം. ഇത് മെഷർ ചെയ്തിട്ട് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആർ ഇംപ്യൂർ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി കെമിക്കൽ മെത്തേഡ്സ് എന്തൊക്കെയാണ്? ആസിഡ് വാല്യൂ, അയഡിൻ വാല്യൂ, സാപ്പോണിഫിക്കേഷൻ വാല്യൂ. ഓക്കെ, ഇതെല്ലാം എന്തിനാണ്? ഫാറ്റും ഓയിലും കണ്ടാമിനേറ്റഡ് ആണോ പ്യുവർ ആണോ എന്നറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് ഈ ഫിസിക്കൽ മെത്തേഡ്സും കെമിക്കൽ മെത്തേഡ്സും. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? കണ്ടാമിനേറ്റഡ് ആയാലും എന്താ കുഴപ്പം? ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന സാധനങ്ങളാണ് അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശരീരത്തിന് കേടുണ്ടാവും. കണ്ടാമിനേറ്റഡ് സാധനം എത്തിക്കഴിഞ്ഞാൽ ശരീരത്തിന് കേടുണ്ടാവും. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡുകൾ ഉപയോഗിച്ച് ഫാറ്റ്സ് ആൻഡ് ഓയിൽസിനെ അനലൈസ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ കെമിക്കൽ മെത്തേഡ്സ് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേതാണ് ആസിഡ് വാല്യൂ. Acid value gives the number of milligrams of potassium hydroxide required to neutralize the free fatty acids present in 1 gram of fat. Okay, ഫാറ്റ് ആവാം, അതല്ലെങ്കിൽ ഓയിലും ആകാം. അപ്പം ആസിഡ് വാല്യൂവിൻ്റെ ഡെഫിനിഷൻ ഇത് തെറ്റിപ്പോകരുത്. ഇത് സ്റ്റാൻഡേർഡ് ഡെഫിനിഷനാണ്. ഇതിങ്ങനെ തന്നെ കാണാതെ പഠിക്കണം. ഇതിൽ നിങ്ങൾ നിങ്ങളുടേതായ മാറ്റങ്ങളൊന്നും വരുത്തരുത്. ദ നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് റിക്വയർഡ് ടു ന്യൂട്രലൈസ് ദ ഫ്രീ ഫാറ്റി ആസിഡ്സ് പ്രസൻറ്റ് ഇൻ 1 gram ഓഫ് ഓയിൽ ഓർ ഫാറ്റ്. ഇപ്പം നമ്മൾ 1 gram ഓയിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ഇംപ്യൂരിറ്റി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ചെയ്യുകയോ അതോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തെ ഫാറ്റി ആസിഡുകൾ എസ്റ്റർ ഫോമിലായിട്ടല്ല ഫ്രീ ആയിട്ട് ഇരിക്കും. ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ് ഫ്രീ ആയി മാറില്ലേ? ഓക്കെ, അങ്ങനെയുള്ള ഫ്രീ ഫാറ്റി ആസിഡിനെയാണ് നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ച് ടൈട്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ റിലേറ്റീവ് മെഷർ ഓഫ് റാൻസിഡിറ്റി ആസ് ഫ്രീ ഫാറ്റി ആസിഡ്സ് ആർ നോർമലി ഫോംഡ് ഡ്യൂറിങ് ഡീകമ്പോസിഷൻ ഓഫ് ട്രൈഗ്ലിസറൈഡ്സ്. അപ്പോൾ ആസിഡ് വാല്യൂ കൊണ്ട് നമുക്ക് റാൻസിഡിറ്റിയുടെ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് പറ്റുന്നത്. ഹൈ ആസിഡ് വാല്യൂ ഇൻഡിക്കേറ്റ് സ്റ്റെയിൽ ഓർ റാൻസിഡ് ഓയിൽ. ആസിഡ് വാല്യൂ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൂടുതൽ ഫ്രീ ഫാറ്റി ആസിഡ് ഉണ്ട്, അതായത് കൂടുതൽ ഓയിൽ ഡീകമ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് റാൻസിഡ് അല്ലെങ്കിൽ സ്റ്റെയിൽ ഓയിലാണ്, ചീത്തയായ ഓയിലാണെന്നാണ് അതിൻ്റെ അർത്ഥം. Acid value is determined by directly titrating the oil or fat in an alcoholic medium against standard potassium hydroxide solution. Simple experiment ആണ്. ഓയിൽ ഓർ ഫാറ്റ് എടുക്കുക, അതിനെ എത്തനോളിക് ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്യിക്കുക, എന്നിട്ട് ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് ടൈട്രേറ്റ് ചെയ്യുക. എൻഡ് പോയിന്റ് വിൽ ഗീവ് ദ ആസിഡ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനേഷൻ പ്രൊസീജിയറാണ് ഈ എഴുതിയിരിക്കുന്നത്. weigh accurately appropriate amount of the cooled oil sample in a conical flask. എന്തിനാ കൂൾ ചെയ്യുന്നത്? കൂൾ ചെയ്യുമ്പോൾ അത് കുറച്ച് സോളിഡിഫൈ ചെയ്യും, അതുകൊണ്ടാണ്. weigh accurately appropriate amount of the cooled oil sample in a conical flask. ഒരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നമ്മൾ
ഈ ഓയിൽ സാമ്പിളിൻ്റെ ആക്യുറേറ്റ്ലി വെയിറ്റ് എടുത്തിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വെക്കും. Add 50 ml of hot ethyl alcohol and about 1 ml of phenolphthalein indicator solution. നമ്മളതിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടാക്കിയ എത്തനോൾ ഒഴിക്കും. 50 ml എക്സസ് ആണ് ആഡ് ചെയ്യുന്നത്. എക്സസ് ഈഥൈൽ ആൽക്കഹോൾ ആഡ് ചെയ്യും ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇൻഡിക്കേറ്ററായിട്ട് ഫിനോഫ്തലീനും യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആസിഡും ബേസും കൂടിയാണല്ലോ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ ഫിനോഫ്തലീൻ. Titrate against standard alkali solution, shaking vigorously during the titration. അപ്പോൾ ഈ ടൈട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ആൽക്കലിയെ എന്ത് വെച്ചാൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്? ആസിഡ് വെച്ചിട്ട്. ഏത് ആസിഡ് ആയിരിക്കും യൂസ് ചെയ്യുക? ഓക്സാലിക് ആസിഡ് അല്ലേ? നിങ്ങൾക്കറിയാം പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരേ ഒരു ആസിഡ് ഓക്സാലിക് ആസിഡ് ആണ്. അപ്പോൾ ഓക്സാലിക് ആസിഡ് വെച്ച് നമ്മൾ ആൽക്കലി സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെക്കുക. അങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത ആൽക്കലിയെ നമുക്ക് ഈ ഡിസോൾവ്ഡ് ഫാറ്റുമായിട്ട് ടൈട്രേറ്റ് ചെയ്യാം. എൻഡ് പോയിന്റ് ഈസ് ദ ചേഞ്ച് ഫ്രം കളർലെസ് ടു ലൈറ്റ് പിങ്ക്. അപ്പോൾ എൻഡ് പോയിന്റിൽ എന്ത് സംഭവിക്കും? കളർ ചേഞ്ച് സംഭവിക്കും. നമ്മൾ ബേസ് വെച്ചാണ് ടൈട്രേറ്റ് ചെയ്യുന്നത്. സാധാരണ ആസിഡാണ് എടുക്കുന്നത്. അപ്പോൾ ആസിഡ് എടുക്കുമ്പോഴത്തേനും പിങ്ക് ടു കളർലെസ്, ആസിഡ് വെച്ച് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ പിങ്ക് ടു കളർലെസ് ആണ്. ഇത് തിരിച്ച് ബേസ് വെച്ചാണ് ടൈട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കളർലെസ് ടു ലൈറ്റ് പിങ്ക് ആണ് എൻഡ് പോയിന്റ്. ആസിഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ആസിഡ് വാല്യൂ ഈസ് ഈക്വൽ ടു 56.1 പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ മോളിക്കുലർ വെയിറ്റ് ആണ് ഇൻറ്റു വി ഇൻറ്റു എൻ ഡിവൈഡഡ് ബൈ W, where V is the volume in ml of standard potassium hydroxide solution, N is the normality of potassium hydroxide solution, and W is the weight in grams of the sample. Okay, അപ്പോൾ ഇങ്ങനെ നമുക്ക് ആസിഡ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആസിഡ് വാല്യൂ കൂടുതലാണെങ്കിൽ ഓയിൽ റാൻസിഡ് ആണ്, ചീത്തയായി പോയ ഓയിലാണ്. ആസിഡ് വാല്യൂ കുറവാണെങ്കിൽ പ്യുവർ ഓയിൽ തന്നെയാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സാപ്പോണിഫിക്കേഷൻ വാല്യൂവും അയഡിൻ വാല്യൂവും എന്താണെന്ന് നോക്കാം. ഓക്കെ.